ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നല്ലൊരു ബുള്ളിഷ് ഡേ ആയിരുന്നു ഇന്ന്. എല്ലാ ബ്രോഡർ മാർക്കറ്റും ബുള്ളിഷ് ആയിരുന്നു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം ബുള്ളിഷ് ആയിരുന്നു. സോ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ബിക്കോസ് ഫ്രൈഡേ US മാർക്കറ്റ് എല്ലാം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. മീൻസ് പോസിറ്റീവ് മൊമെന്റത്തിലായിരുന്നു. സോ ഇന്നൊരു ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പണിംഗ് കാണിച്ചത്. സോ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതുകൊണ്ടും ദെൻ അതൊരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. അതാണ് ഇമ്പോർട്ടൻസ്. സോ നമ്മൾ 5 മിനിറ്റ് ചാർട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഡേ ട്രേഡിങ്ങിനുള്ള എൻട്രി ഇന്ന് നമ്മളെ സ്ട്രാറ്റജി പ്രകാരം ഇല്ലായിരുന്നു. പൊസിഷനിലാണെങ്കിൽ ഓക്കെയാണ്. പൊസിഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുള്ളിഷ് ആണെന്ന്. സോ ഡേ ട്രേഡിംഗ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട്, നോർമലി ഇതിന്റെ സപ്പോർട്ട് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാറ്. സോ അതിന് സപ്പോർട്ട് എടുത്തില്ല, അവിടെ നിന്ന് തന്നെ കൺസോൾട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോയായിരുന്നു. പ്രോപ്പർ എൻട്രി ഉണ്ടായില്ല. നാളെ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ഫോം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ബുള്ളിഷ് ക്യാൻഡലിന് ക്രോസ് ചെയ്തോട് ഫർദർ ട്രേഡ് എടുക്കാം. ഓക്കെ, സോ ഈ ഏരിയയിലോട്ട് 26,100 റേഞ്ചിലോട്ട് ഏതെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ താഴോട്ട് വരാണ്, ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ബുള്ളിഷ് ട്രേഡ് മുകളിലോട്ട് എടുക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ അത്ര മൊമെന്റം ഉണ്ടായില്ല. ഒരു പ്യൂർലി കൺസോൾട്ടേഷൻ ആയിരുന്നു. ഫസ്റ്റ് രണ്ട് ക്യാൻഡിലിന്റെ ഹൈ ക്രോസ് ചെയ്തില്ല, അവിടെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. കാരണം ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു നല്ലൊരു മൊമെന്റം മുന്നേ ഉണ്ടായിട്ടുണ്ട്. സോ അത് ഞാൻ പറഞ്ഞല്ലോ, നിഫ്റ്റിക്ക് അതായത് ക്യാച്ചപ്പ് ചെയ്യണം. സോ ബാങ്ക് നിഫ്റ്റി മോസ്റ്റ്ലി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. നിഫ്റ്റി അതനുസരിച്ചുള്ള മൊമെന്റം 27,000 അടുപ്പിച്ചുള്ള പോകാനുള്ള മൊമെന്റം കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ ഒന്ന് നോക്കാം നിഫ്റ്റിയുടെ. നിഫ്റ്റി വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. സോ ലാസ്റ്റ് വീക്ക് ഒരു കൺഫ്യൂസിങ് അല്ലായിരുന്നു, പക്ഷേ അത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതുകൊണ്ട് സോ ഇനി ഇറ്റ് വിൽ ബി മൂവിങ് അപ്വേർഡ്. സോ ഇതിന്റെ ഒരു മുകളിലൊരു ഹൈ തരാനുള്ള മോസ്റ്റ് ഹൈ ചാൻസ് ഉണ്ട്, ക്ലോസിംഗ് തരാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. നിഫ്റ്റി ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡബ്ല്യു പാറ്റേൺ ഫോം ആയതുപോലെ കാണാം. ഉണ്ടോ, ഇതൊരു പ്യൂർലി ഡബ്ല്യു പാറ്റേൺ ഫോം ആയതുപോലെ കാണാം. സോ ഒരു പ്യൂർലി ബുള്ളിഷ് പാറ്റേൺ ആണ് നിഫ്റ്റി ഷോ ചെയ്യുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഡബ്ല്യു പാറ്റേണിന്റെ ഒരു ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് ഇന്ന് പ്യൂർ ഫോർമേഷൻ ഉണ്ടായി. സോ നാളെ ഒരു ജസ്റ്റ് ഒരു ഹോൾഡ് ക്യാൻഡിലോ ഇല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിലുള്ള ചാൻസ് ഉണ്ട്. നോർമലി നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 16,700 ആ റേഞ്ച്, 750 ആ റേഞ്ചിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അത് ഒരു ഫ്രീ മൂവ്മെന്റത്തിനുള്ള ചാൻസ് ഉണ്ട്. 200 പോയിന്റ്സിന്റെ മോർ മൂവ്മെന്റത്തിനുള്ള ചാൻസ് ഉണ്ട് സ്മോൾ ക്യാപ്പിൽ. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഓൾറെഡി ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഒരു പ്യൂർ ഡബ്ല്യു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ. ഗോൾഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്താണ്. ഓൾ ടൈം ഹൈന്ന് ബ്രേക്ക്ഔട്ട് എക്സ്പെക്ട് ചെയ്താണ്. അത് നല്ലൊരു ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഇതിന്റെ താഴെ ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് നമുക്കൊന്ന് ട്രെയിലിംഗ് SL ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇതിന്റെ താഴെ ആയാലും ഓക്കെയാണ്, രണ്ടായാലും ഓക്കെയാണ്. സിൽവറും അതേപോലെ നല്ലൊരു മൂവ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. സിൽവർ ഈ ഒരു ക്യാൻഡിൽ ക്രോസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ സിൽവർ നമ്മൾ നെക്സ്റ്റ് ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഇത് രണ്ടും നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിറ്റ് കോയിനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിറ്റ് കോയിൻ ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. ആ ഒരു ഫോർമേഷൻ ആയി വരുന്നുണ്ട്. സോ ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബ്രേക്കപ്പ്, ഒരു പ്യൂർലി ഡബ്ല്യു പാറ്റേൺ ഫോർമേഷനും ഉണ്ടാവുന്നുണ്ട്. മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. സോ എല്ലാം ഒരു പോസിറ്റീവ്, മാർക്കറ്റ്സ് എല്ലാം ഒരു പോസിറ്റീവ് മൊമെന്റത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീക്ക്ലി സ്റ്റോക്സ് നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സും ടെക്കമും അത് നമുക്ക് നെക്സ്റ്റ് വീക്ക് അനലൈസ് ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 എല്ലാ ഇൻഡെക്സും പോസിറ്റീവ് ആയിരുന്നു. എല്ലാ ബ്രോഡർ മാർക്കറ്റ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50.79 അപ്പ് ആയിരുന്നു. ട്രെൻഡ് 3.86, കുറച്ച് നാളേക്ക് ശേഷം തിരിച്ച് ട്രെൻഡ് ബുള്ളിഷ് മൊമെന്റം കാണിക്കുന്നു. ശ്രീറാം ഫിനാൻസ് 3.67, വിപ്രോ 3.10, HDFC ലൈഫ് 0.17, ടാറ്റ കൺസ്യൂമേഴ്സ് 0.64, SBI 0.59. ഇതെല്ലാം മൂന്നും ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. ട്രെൻഡ്, ശ്രീറാം ഫിനാൻസ്, വിപ്രോ എല്ലാം അപ്പായിരുന്നു. ഇൻഫിയും അപ്പായിരുന്നു 2.89. ഡൗൺ നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ സോളാർ ഇൻഡസ്ട്രി 5.97 അപ്പായിരുന്നു. മാക്സ്ഡോക്കും അപ്പായിരുന്നു. മാക്സ്ഡോ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഫോളോ ആയിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. വരുൺ ബിവറേജസ് 3.64 അപ്പായിരുന്നു. ചോള ഫിനാൻസ് 3.83 ഡൗൺ ആയിരുന്നു. എൻട്രിൻ 4.6. എൻട്രിൻ കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ അനലൈസ് ചെയ്തില്ല സ്റ്റോക്ക്.
നമുക്ക് 250 സ്മോൾ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ JWL 20% അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. RK4 6.68, GRSC 5.86 അപ്പായിരുന്നു. ആർ പവർ 8.87 ഡൗൺ ആയിരുന്നു. ഹോം ഫസ്റ്റ് 3.42 ഡൗൺ ആയിരുന്നു. എംസുമി 2.85 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് നമുക്ക് 150 കൂടെ നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് അപ്പായിരുന്നു. ഡിഫൻസ് സ്റ്റോക്സ് എല്ലാം ഇന്ന് അപ്പായിരുന്നു. 8.02 GVT&D 4.55, നാഷണൽ അലുമിനിയം 4.31 അപ്പായിരുന്നു. സ്വിഗ്ഗി 1.63, ഡിക്സൺ 3.38, എക്സ്റ്റ് 6.35, ഇതെല്ലാം മൂന്നും ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. സോ ഇതെല്ലാമാണ് ഗൈസ് ഇന്നത്തെ അനാലിസിസ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.